നമ്മൾ നമ്മളെ ഉമ്മച്ചീനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് എത്ര നാളായി? ഏ ഈ ഇത്തത്ത് എന്താന്ന് പറയണേ? ഞാൻ വളർന്നില്ല ഒരുപാട്, ഉമ്മച്ചീനെ ഇപ്പോഴും ഹഗ് ചെയ്യുന്നതൊക്കെ നാണക്കേടല്ലേ എന്നാണോ ആലോചിക്കുന്നേ? ഓക്കെ, നമ്മളെ ഉമ്മച്ചിക്ക് ഒരു ഉമ്മം കൊടുത്തിട്ട് എത്ര ദിവസമായി? ഈ ഇത്താത്ത എന്നാ വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഞാൻ വളർന്നില്ലേ, ഞാൻ എങ്ങനെ എൻ്റെ ഉമ്മച്ചീനെ ഹഗ് ചെയ്യുക, ഞാനെങ്ങനെ എൻ്റെ ഉമ്മച്ചീനെ ഉമ്മ വെക്കുക എന്നൊക്കെയായിരിക്കും ആലോചിക്കണല്ലേ? എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങൾ ഈ ദുനിയാവിൽ വരാൻ കാരണക്കാരിയായതാരാണ്? നിങ്ങളുടെ ഉമ്മയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാരെ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കാൻ കുറച്ച് ദിവസം, പുറത്ത് വന്ന് ഇത്തിരി വളർന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹഗ് ചെയ്യാൻ പറ്റില്ലല്ലേ? ഇപ്പോഴും പല മക്കളും വലിയ വലിയ പൊസിഷനിലിരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും, ഞാൻ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ, ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരു കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് പ്രണാമം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ചിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ, അത് എൻ്റെ ഒരു ലക്കാണെന്ന് പറയാറുണ്ട്. അതെ, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പുറത്തുള്ള ആൾക്കാരുടെയൊക്കെ മെസ്സേജിന് റീപ്ലൈ ചെയ്യലുണ്ട്, ഹലോ പറഞ്ഞിട്ട് ഹായ് ഹൗ ആർ യു, കാണുന്നില്ലല്ലോ, മിസ് യൂടാ എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ വീട്ടിലിരിക്കുന്നവരോട് അങ്ങനെ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്തോ ഒരു കുറച്ചിലാണോ? നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടോ. ഉമ്മാന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറി പോകുമ്പോൾ ആ വീട് ശൂന്യമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വീട്ടിലോട്ട് നിങ്ങൾ പോവോ? കയറാൻ കുറച്ചൊന്ന് അറയ്ക്കും അല്ലേ? അത്രേ ഉള്ളൂ. ഏതവസരത്തിലും ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് കയറി പോകുമ്പോൾ അവിടെ ഒരാളുണ്ടെന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമ്മളും പോകുന്നത്. അവിടെ ഉമ്മച്ചി നമുക്ക് വേണ്ടിയിട്ടെല്ലാം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? സോ നമ്മൾ ഒരു പ്രശ്നവും കൂടാതെ ഊണുമശിയെ പോയിരുന്നിട്ട് എടുത്തിൻ്റെ വരി എന്നാ പറയുക, ഓർഡർ ഇടുക. അപ്പോഴും അവരോട് ചോദിക്കലില്ല നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന്. അതെന്താ, നാണക്കേടാണോ? രണ്ടാമത്തെ കാര്യം, ഈ കഴിക്കുന്ന ഫുഡ് ഉമ്മച്ചി ഉണ്ടാക്കിയത് സൂപ്പർവാണ് എന്ന് പറയുന്ന എത്ര മക്കളുണ്ട്? നാണക്കേടായിട്ട് തോന്നുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിൻ്റെ മാതാവിനെ തന്നെയല്ലേ? അതെ, അള്ളാഹു പോലും പറഞ്ഞല്ലോ, 3 സ്ഥലങ്ങളിൽ വെറുതെ നോക്കിയിരുന്നാൽ പോലും ഞാൻ നിനക്ക് കൂലി തരും. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ഒന്ന് കഅബയാണത്രേ. എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണ് അല്ലേ? ഓക്കെ, എത്തിയാൽ അത്രയും സമയം ആ കഅബയിൽ നീ നോക്കിയിരിക്കുന്നുവോ, അതിനു പോലും നിനക്ക് പ്രതിഫലമുണ്ട്. അതുപോലെ വേറൊന്ന് എന്ന് പറയുന്നത് അള്ളാഹു തന്നെ ഇറക്കി തന്ന അവൻ്റെ കലാമായ ഖുർആൻ ഷരീഫാണ്. നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ചിതലരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊടി പിടിച്ചിരിക്കുന്ന ആ ഒരു ഖുർആൻ ഷരീഫല്ലേ, അതിനെ ഇടയ്ക്കെങ്കിലും ഒന്ന് എടുത്തൊന്ന് ഓതി നോക്കണം കേട്ടോ. മൂന്നാമതൊന്ന്, നീ ഒരിക്കലും നല്ലത് എന്ന് പറയാത്ത, ആശ്വസിപ്പിക്കാത്ത, സ്വാന്തനം കൊടുക്കാത്ത ഒരാളില്ലേ, നിൻ്റെ ഉമ്മ.